ഒരു കുടുംബ സദസ്സാണ്. അതുകൊണ്ട് ഔപചാരികതകളൊന്നും വേണ്ടതില്ലെന്നുള്ളതാണ് അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. അതിന് അടിവരയിടുകയാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെയാണ് എനിക്കിത് അനുഭവപ്പെടുന്നത്. എങ്കിലും ക്യാമറകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഒരു ഔദ്യോഗിക ചടങ്ങിൻ്റെ പരിവേഷം വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേദിയിലുള്ള വ്യക്തികളെ അവർക്കൊരാശംസ നേരട്ടെ. അധ്യക്ഷൻ ഡോക്ടർ സോണിച്ചൻ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ആള് അദ്ദേഹമാണ് ഗ്രന്ഥകർത്താവ്. അതിലുപരി ഞാനുമായും എൻ്റെ കുടുംബവുമായും എത്രയോ പതിറ്റാണ്ടുകളായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് കേശവ മാസ്റ്റർ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു പേരാണ്, ഒരു നാട്ടുകാരാണ്. ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ആ സ്കൂളിൽ പഠിച്ചവരാണ്. എൻ്റെ പിതാവൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗം എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ കേശവ മാസ്റ്ററുടെ മകൻ ഷുമാർ ഇപ്പം മുടിയൊക്കെ നരപ്പിച്ച് കുറച്ച് പക്വതയായിട്ടുണ്ട്. തെറ്റിട്ട് അതെ, എന്നോട് പറഞ്ഞ വൈറ്റ് ഡൈ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അതെ, കൃഷ്ണകുമാറിൻ്റെ ഒരു റെസീലിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പുസ്തകത്തിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ, അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി ഏകോപനം നടത്തിയത് മുഴുവൻ കൃഷ്ണകുമാർ അമേരിക്കയിൽ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും ഇല്ല, അത് ശ്രദ്ധിച്ചോളുക. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ഏടുകളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഡോക്ടർ MG ശശിഭൂഷൺ, ചരിത്രാഖ്യാനം നടത്തുന്ന അരുൺ വർമ്മേനെ ഞാൻ എത്രയോ കാലമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട്. പക്ഷെ അരുൺ വർമ്മ ഇപ്പോൾ ഒരു MD CEO ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടാ. എൻ്റെ സ്നേഹിതൻ, എൻ്റെ നാട്ടുകാരൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന, ഇപ്പോഴും മാധ്യമപ്രവർത്തകൻ തന്നെയാണോ ദേവപ്രസാദ്? ആണല്ലേ. മാധ്യമപ്രവർത്തകർക്ക് ഒരിക്കലും റിട്ടയർമെൻ്റ് ഇല്ല. ദേവപ്രസാദ്, അജിത് നമ്പൂതിരി, നന്ദി പറയുന്ന ഡോക്ടർ അബ്ദുസലാം MK സ്വാഗതം ആശംസിച്ച വളരെ മധുരതരമായിട്ട്. ഇതിനെ ഒരു ഹൃദ്യമായി ചടങ്ങാക്കണമെങ്കിൽ അതിലാദ്യം തീരുമാനിക്കേണ്ട ആള് സ്വാഗതം നൽകുന്ന ആളാണ്. പലപ്പോഴും സ്വാഗത പ്രസംഗത്തിലാണ് ഒരു പരിപാടി പാടുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഈ ചടങ്ങിനെ അടയാളപ്പെടുത്തിയ ടീച്ചർക്ക് ഒരു പ്രത്യേക നന്ദി. എൻ്റെ സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പ്രാഗൽഭ്യവും അറിവും പാണ്ഡിത്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ അതിനെ ഒരു വൈകാരികപരമായിട്ടാണ് കാണുന്നത്. കൃഷ്ണകുമാറിന് ഈ ഒരു പുസ്തകം തിരുവനന്തപുരത്തും കൂടി പ്രകാശിപ്പിക്കണം, അച്ഛൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തും. ഞാൻ രാത്രി ദുബായിലേക്ക് പോകേണ്ട ആളാണ്. പക്ഷെ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തി പരിപാടി കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ വെച്ച് വന്നു. പക്ഷെ അത് ഞാൻ ഈ പുസ്തകത്തോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല. യഥാർത്ഥത്തിൽ ഈ പുസ്തകം എനിക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചടങ്ങിലേക്ക് ഞാൻ വരുന്നു എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കുന്നൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ പുസ്തകത്തിലൊരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പെന്ന് പറയുന്നത് രണ്ടാം തലമുറയിലെ ആ നാടിൻ്റെ ഒരു ഭാഗമായ ഒരു വ്യക്തി എങ്ങനെയാണ് ആലക്കോട് രാജയെ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ആ ഒരു ഹ്രസ്വമായിട്ടുള്ള പ്രതിപാദനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇതിനകം തന്നെ ഈ പുസ്തകത്തിലേക്ക് പാടി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാടിനെ രൂപപ്പെടുത്തിയ, അടയാളപ്പെടുത്തിയ വലിയൊരു വ്യക്തിത്വത്തെയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. PR രാമവർമ്മ രാജയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇതിന് മുമ്പേ ഒരു പുസ്തകം വരേണ്ടിയിരുന്നു. പക്ഷെ അത് ഒരു കേശവ മാസ്റ്ററുടെ ജീവിതത്തിലെ ഒരു നിമിത്തവും ദൗത്യവുമായി മാറി എന്നുള്ളത്
എനിക്കും കൂടി ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വെച്ചാൽ എൻ്റെ കുടുംബത്തിലൊരു അംഗം തന്നെ ആലക്കോട് രാജയെ അടയാളപ്പെടുത്തുന്നു എന്ന് പറയുന്നത് എനിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ നാട്ടിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ പലപ്പോഴും കടന്നു വരുന്നൊരു വ്യക്തിത്വമാണ് ആലക്കോട് രാജ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട് യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു ദക്ഷിണാപരമായിട്ടുള്ള സിദ്ധി കൊണ്ടും അതല്ലെങ്കിൽ ദീർഘദർശനം കൊണ്ടുമാണ്. ആലക്കോട് രാജ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ആലക്കോടിനെ കോഴിക്കോട്ടാക്കുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം. അങ്ങനെ പറഞ്ഞിട്ടില്ലേ മാഷെ? ഉണ്ട്. അതെ, ചില വൈതരണികളോ തടസ്സങ്ങളോ ഉണ്ടാകാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ആലക്കോട് ഒരു കോഴിക്കോടായേനെ. ഞാൻ യഥാർത്ഥത്തിൽ ഈ ആലക്കോട് രാജയുടെ ഒരു സവിശേഷത മനസ്സിലാക്കിയത്, അത് പക്ഷേ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, MRBയുടെ ഒരു പ്രതിപാദനമുണ്ട് ആലക്കോട് രാജയെക്കുറിച്ചാണ്. ഞാൻ പ്രീ ഡിഗ്രിയോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നൊരു പാഠാണ്. എനിക്ക് തോന്നുന്നത് വനത്തിലൊരു ജനപദം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ തലക്കെട്ട്. MRBയുടെ കാവ്യസബരിയിലുള്ളതാണ്. അതിൽ ആലക്കോട് രാജയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു. ഇപ്പം യഥാർത്ഥത്തിൽ ആലക്കോട് രാജയ്ക്ക് നമ്മുടെ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക സാഹിത്യ നായകന്മാരുമായിട്ടുണ്ടായിരുന്ന വലിയൊരു ബന്ധം, അവരെല്ലാം അങ്ങോട്ട് അദ്ദേഹം ആനയിച്ചിരുന്നു. അത് MRB ആണെങ്കിലും കൃഷ്ണവാര്യരാണെങ്കിലും അക്കിത്തമാണെങ്കിലും ഇവരെല്ലാം അങ്ങോട്ട് കൃത്യമായി വന്നിരുന്നു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്രത്തോളം വിസ്തൃതമായിട്ടൊരു ബന്ധം ഉള്ള രാജാക്കന്മാർ അന്നുണ്ടായിരുന്നോ എന്നുള്ളത്. അദ്ദേഹത്തിന് രാജ എന്നുള്ള ഒരു വിളിപ്പേരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അതൊരു പക്ഷേ സോണിയും കൂടി വേണേൽ അടയാളപ്പെടുത്തും. സോണിയൊക്കെ അവിടെ എത്രയോ പതിറ്റാണ്ടായിട്ട് പൊതുപ്രവർത്തകനായിട്ട് നിലകൊള്ളുന്ന ആളാണ്. സോണിയൊന്നും അവിടെ നിന്നാൽ പോരാ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ സോണിയുടെ പാർട്ടി അത് വേണ്ടത്ര രീതിയിൽ സോണിയെ ഗവനിക്കാത്തത് കൊണ്ടാണ് സോണി കേരളത്തിൽ അറിയപ്പെടാതെ പോകുന്നതെന്നുള്ളത് ഇവിടെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാ? ബുദ്ധിമുട്ടില്ല. അതെ, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. പല ഘട്ടങ്ങളിലും സോണിക്ക് ആ ഒരു അവസരം വന്ന് എന്താ പറയുക, സ്ലിപ്പ് ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് ദ കപ്പ് എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഞങ്ങളുടെ നാടിനെ വളരെ കൃത്യമായി അടയാളപ്പെടുത്താനുള്ള പലരും ഇവിടെ ഉണ്ടാകുമായിരുന്നു, തിരുവനന്തപുരത്ത് ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുടെ ഒരു വിളനിലമാണ്. ഇപ്പോൾ കേശവ മാഷയുടെ കാര്യം ഞാൻ പറയുമ്പോൾ, കേശവ മാഷയുടെ സ്കൂൾ എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള എല്ലാവരുടെയും സ്കൂളായിരുന്നു. അതൊരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. സാങ്കേതികപരമായിട്ട് വേണേൽ അതായിരിക്കാം, പക്ഷെ അതൊരു പൊതുവിദ്യാലയമാണ്. പൊതുവിദ്യാലയത്തിൻ്റെ അപ്പുറത്ത് ഏവരുടെയും സ്വന്തം വിദ്യാലയമാണ്. അങ്ങനെയാണ് ആ സ്കൂളിനെ ഞങ്ങൾ കണ്ടിരുന്നത്. ഇപ്പം എൻ്റെ ഫാദർ, അദ്ദേഹം ഞാൻ വളരെ ചെറിയ വയസ്സുള്ള സമയത്ത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ കേശവ മാഷർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. എൻ്റെ നാട്ടിലെ ആദ്യത്തെ റിബൽ എന്ന് പറയാവുന്ന ഒരാളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ധാരയിലേക്ക് അന്ന് പോവുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ്. പ്രത്യേകിച്ച് പള്ളിയുടെയൊക്കെ വലിയൊരു സ്വാധീനം നിലനിന്നിരുന്ന ആ സമയത്ത് എൻ്റെ ഫാദർ അവിടുത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവായിരുന്നു. പക്ഷെ അതൊരു സ്ട്രക്ചറലി അത് കൃത്യമായ ഇടതുപക്ഷമാണോ എന്ന് എനിക്കറിയില്ല. അതിൽ കുറച്ച് റിബലിസമാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അന്നും ഈ ആലക്കോട് രാജയുടെ കൂടെ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. ഇപ്പം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ നടുവിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർമാരിലൊരാളായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ വലിയൊരു ബന്ധം രാജയായിട്ടും ആ കുടുംബവുമായിട്ടും കേശവ മാഷയുടെ കുടുംബവുമായിട്ടൊക്കെ എൻ്റെ പിതാവിനുണ്ടായിരുന്നു. അപ്പോൾ ഈ MRBയുടെ ഈ വനത്തിലൊരു ജനപദത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ അത് MRBയെ പോലുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനപ്പുറത്ത് കൃത്യമായിട്ട് ഗദ്യത്തിലൂടെ കവിത എഴുതുന്നൊക്കെ പറയുന്ന ആ രൂപത്തിൽ ആ നാടിൻ്റെ ആ സവിശേഷതയെ മുഴുവൻ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇത്രയും ഭംഗിയുള്ളൊരു നാട്, ഹിമഗിരികൾക്കിടയിലുള്ള ഒരു പ്രതലം, സാഹോദര്യത്തോടെ കഴിയുന്ന രാജയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിൻ്റെ
സമ്പാദ്യം കൊണ്ടും ആ നാടിനെ ഒരു വികസന പന്താവിലേക്ക് കൈപിടിച്ചാനയിക്കുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഒരു സ്കൂള് വേണം, പോസ്റ്റ് ഓഫീസ് വേണം, വായനശാല വേണമെന്ന് ഒരു ഭരണാധികാരിക്ക് തോന്നുന്നു. അദ്ദേഹം ഭരണാധികാരി അല്ലെങ്കിലും അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മൂലധനം അതിനു വേണ്ടിയിട്ട് മുടക്കുന്നു. MRP പറയുന്നുണ്ട്, ഞാൻ പഠിച്ചതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, തലപ്പുറമിൽ നിന്ന് പോകുമ്പോൾ, അതായത് പാലം പോലും മരം കൊണ്ട് പാലം ഉണ്ടാക്കി വാഹനത്തിന് പോകാൻ പറ്റുന്ന രീതിയിൽ സജ്ജമാക്കിയിരുന്നു. ആ രൂപത്തിലേക്ക് ആ നാടിനെ മാറ്റിയെടുത്തു. മാത്രമല്ല, തിരുവിതാംകൂറിൽ നിന്ന് പല തരത്തിലുള്ള പല രൂപത്തിലുള്ള വൈവിധ്യമാർന്ന പ്രൊഫഷനുള്ള ആൾക്കാരെ എല്ലാം അദ്ദേഹം ക്ഷണിച്ചു വരുത്തി അങ്ങോട്ട്. എല്ലാ തരത്തിലുള്ള തൊഴിലും ചെയ്യുന്ന ആൾക്കാർ, അത് ബാർബറാണെങ്കിലും വേണ്ടില്ല, വൈവിധ്യമുള്ളവരാണെങ്കിലും മറ്റ് വൈവിധ്യമുള്ളവരാണെങ്കിലും വേണ്ടില്ല, ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരു നാട് എന്ന് പറയുമ്പോൾ ആ നാടിനൊരു സൗരഭ്യം പകരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക ജീവിതം അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട നാട് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ സമ്മിശ്രമായ പ്രതികരണം ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു നാടിൻ്റെ ആ രൂപഭംഗി ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സങ്കുചിതമായ കള്ളികൾക്കപ്പുറത്തേക്ക് വിരാജിക്കാൻ ശേഷിയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ ഞങ്ങളുടെ നാടിന് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ശശിഭൂഷണെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചരിത്രത്തെക്കുറിച്ച് പറയും. ഇപ്പം കേശവ മാഷയുടെ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്, ഇന്ന് ഏറ്റവും കലർപ്പുള്ള ഒന്ന് ഭക്ഷണമോ പാനീയവുമല്ല, ചരിത്രമാണ്. ഏറ്റവും കലർപ്പുള്ള ഒന്ന്. ഇന്ന് നമ്മുടെ ഒരുപക്ഷെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ മലീമസമാക്കുന്നത്, അലോസരപ്പെടുത്തുന്നത്, വഴിതെറ്റിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ പുനർനിർമ്മിതികളാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു നാടിനെയും ആ നാടിനെ നയിച്ച വ്യക്തിത്വങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തി പോവുക എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നവും സംഭാവനയുമാണ്. മാത്രമല്ല, ആ നാടിനൊപ്പം വളർന്ന ആ നാട്ടുകാരോടൊക്കെ സംസർഗം പുലർത്തിയ ഈ കുടുംബവുമായി, ആലക്കോട് രാജയുടെ കുടുംബവുമായും അദ്ദേഹവുമായിട്ടൊക്കെ ഇഴകോർക്കപ്പെട്ട ഒരു വ്യക്തി തന്നെ ആ ചരിത്രത്തിൻ്റെ പടലങ്ങളുമായി ഒരു പുസ്തക രൂപത്തിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനമാണ്. ഒന്ന്, ആ ഇടം ശൂന്യമാണെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ ആരെങ്കിലും അവിടെ മാലിന്യം നിറയ്ക്കും, ഞങ്ങളുടെ നാടിനെ കലർപ്പുള്ള ഒരു ചരിത്രത്തിൻ്റെ പന്താവിലേക്ക് നയിക്കും. അത് ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ളൊരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്നൊരു തലമുറയ്ക്ക് ആ നാട് എന്തായിരുന്നു, ആ നാട് എങ്ങനെയായിരുന്നു, ആ നാട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു ദിശാസൂചകം പോലും ഈ പുസ്തകത്തിലൂടെ മാഷ് നൽകുകയാണ്. നമുക്കിപ്പോൾ പണ്ട് സംഭവിച്ചതിനെ ഒന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. നമ്മൾ വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. മടിച്ചു നിന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ്. കൃഷ്ണൻ പറഞ്ഞു, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്, വർത്തമാനത്തിലാണ് നീ ജീവിക്കുന്നത്. ആ വർത്തമാനത്തിലെ ചെയ്തികളാണ് നിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് കൃഷ്ണൻ പറഞ്ഞതിന് പല അർത്ഥങ്ങളും പറയുന്നുണ്ടെങ്കിലും ഞാൻ കാണുന്ന അർത്ഥമെന്ന് പറയുന്നത്, വർത്തമാനത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി ചരിത്രത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഭാവിയെ കൂടി പടച്ചട്ട അണിയിക്കുന്ന ഒരു കർമ്മമാണ് കേശവ മാഷ് അനുഷ്ഠിക്കുന്നത്. അതാണ് ഒരു പ്രൗഢമായ സമ്പുഷ്ടമായ പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് മാഷോടും ആ പുസ്തകത്തിന് സംഭാവന ചെയ്തവരോടും അതിനുവേണ്ടി കൃത്യമായി അധ്വാനിച്ച് ഏകോപനം ചെയ്ത എൻ്റെ ഇളയ സഹോദരൻ കൃഷ്ണകുമാറിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തക പരിചയവും അനുസ്മരണവും
എൻ്റെ കൂടി ഒരു കുടുംബ സദസ്സാക്കാൻ പ്രയത്നിച്ചവർക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളൊക്കെ ഇരുന്നോളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ